കമ്മോക്കാണല്ലോ അത്. ഞാൻ അയാളെ കണ്ട എന്തെങ്കിലും ഒരു പണി തരും. എല്ലായിടത്തും മാറിയാലോ. കുട്ടിയാക്ക് കൊണ്ടാൻ പറ്റിയേ കലാരസാള് ഒരു 4 ലൈസ് എടുക്കാൻ, ആ ലൈസ് 4 എടുക്കാൻ ഒരു കുടലിന്റെ ബാഗ് ഇട്ടു. ആ കേരിമേ ഇതൊക്കെ ഇവിടെ മാറിക്കണേ എട്ട് വന്നാ എട്ട് വാ എത്തിനാ മാറിയെന്നേ? ഒന്നുമില്ല, ഞാൻ വേറെ വഴിക്ക് പോവാൻ നിൽക്കണ്. എവിടെ? വേറെ വഴിക്ക് പോകാൻ വേണ്ടി നിൽക്കണ്. ബൈക്ക് മേല? ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കണ്. എന്നാ എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് വേറെ പണിയുണ്ട്. അതല്ലാന്ന് എന്റെ പേരക്കുട്ടികളൊക്കെ ഒന്ന് കാണാണ്ട്, മക്കളെ കാണാണ്ട്, നമ്മളെ മുതല് തീരുമാനമാക്കാൻ. മൂത്തവന്റെ ആയിരിക്കും പോണ്ട. അത് പോവാം. ഞാൻ വരുന്ന നിർബന്ധാണോ? ഇജ്ജ് കൂടെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഇത് ധൈര്യമുള്ളൂ. ഞാൻ സാധനം എടുത്താ ഇജ്ജ് പോലെ ഞാൻ എടുത്തൂടെ? ഇജ്ജ് പോലെ കേട്ടോ. ഞാൻ പോണില്ല. എന്നാ അവിടെ നിൽക്ക്. ഞാൻ എടുത്തൂടെ? അല്ലെ മൊലാലി എന്റെ പോയി ഇജ്ജെത്താണീ പൊട്ടനാത്. മൊലാലിക്ക് ഞാൻ കൊടുത്തോ കേട്ടോ. ഇതിന്റെ ബാക്കിൽ പോലും ഇജ്ജ് മുന്നിൽ നടക്കല്ലാന്ന്, ഇജ്ജ് ബാക്കിൽ. ഞാൻ പോരണ ഇജ്ജ് പോന്നാലേ ഇത് പറ്റുള്ളൂന്ന്. ആ ചെക്കന്മാരോട് വർത്താനം പറയണ്ടേ? സ്ഥലത്തിനെ പറ്റി സംസാരിക്കാനാണോ? അതെന്റെ തീരുമാനമാക്കണോ? ആധാരക്കെട്ട് ഞാൻ ഇന്നലെ ബല്യോന്റെ കൊണ്ടുപോയി വെച്ചിക്കണേ. എനിക്കെന്താ ചില്ലറ എന്ത് തരും നിങ്ങള്? ഞാനേ ആധാരക്കെട്ട് ഇന്നലെ ബല്യോന്റെ കൊണ്ടുപോയി വെച്ചിക്കണേ. അത് അവിടെ വെച്ചിക്കണാ? അവിടെ വെച്ചിക്കണേ. അത് എടുക്കണം, കൊടുക്കണം എല്ലാത്തിനും. പൈസ എനിക്ക് വല്ലതും തരുന്നുണ്ടാ? പക്ഷേ പൈസ 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 തേങ്ങ ഇടാൻ ഇന്നലെ തീയം വന്നിക്കണേ. നടന്നിട്ടില്ല. ഇതിന്റെ പണ്ട് പോര്, വേഗം പോര്. ഈശു പറഞ്ഞ മാതിരി മക്കൾക്ക് ഒന്നായിട്ട് കൊടുക്കാനേ ഞാൻ കുന്നുംപുറത്തുനിന്ന് വാരി കൊടുക്കുന്ന സാധനമല്ല അത്. എന്നാലും ഈ അബും കുഞ്ഞാപ്പൊക്കെ നിങ്ങളെ മോനെ മക്കളെ എന്റെ വാപ്പാരാപ്പാര കാലം തൊട്ട് ഓല് എനിക്ക് പൂർവികമാര് കൈമാറി വന്ന സ്വത്താത്. ആ ഇന്ന മര്യാദക്ക് നോക്കണം, ഇത് നോക്കണ മക്കൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളെ അബുവിന്റെ വീടല്ലേ? കേറണ ഞങ്ങളെ അബുവിന്റെ വീടല്ലത്. അബുവിന്റെ വീട്. ആ ചെങ്ങായിന്റെ വയനോന്റെ വർത്താനം ജിന്നോട് പറയാൻ പറ്റും. അത് നിങ്ങൾക്ക് പറഞ്ഞല്ലേ? ഇതിന്റെ വലിയ മൂത്താനെ മോനക്ക് കൊടുത്താ പറഞ്ഞിട്ട് ഇപ്പൊന്നും പറ്റിക്കാതെ എന്റെ പിന്നാലെ പോയി പോവാനല്ലേ? ഇത് കോഴിക്കളാട്ടമാരി ഇതൊന്നായിട്ട് പിന്നാലെ കൂടി. അതും വലിയ മോന്റെ കുട്ടികളാ പറഞ്ഞിട്ട് വലിയ മോന്റെ ഇതെത്താണീ പറഞ്ഞേക്കുണ്ടാ? അബു അവിടെ നിക്കണ്ടെന്ന്. ഇത് ഇവിടുന്ന് പുറത്തിറങ്ങി തുറങ്ങി പറഞ്ഞിട്ട് പോയാവിടുന്ന് ഇതൊന്ന് തള്ളി നീക്കിട്ട് പോയില്ല. കോഴിക്കളാക്കിയതായി ഇത് ബാക്കിൽ തരാം. ഇത് പറഞ്ഞിട്ട് ഇത് അവിടുത്തെ കുട്ടിയാൾക്ക് കൊടുക്കാതെ പറഞ്ഞിട്ട് കുട്ടികളെങ്ങനെ വെച്ചലർപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുട്ടികളെ മുട്ടേനെ കൊടുത്താ നിങ്ങള് വലിയ ഇങ്ങനെ തന്നെ അല്ലേ? വലിയ മാറ്റ കുട്ടികൾക്ക് വാങ്ങിയാൽ ഓൽക്കൊക്കെ കൊടുക്കാൻ അനക്കാട് കൊടുത്ത് കൊടുത്തൂടെ? ഞാൻ കൊടുക്കലുണ്ട്. പെണ്ണുങ്ങളി പറഞ്ഞയച്ചാണ്ട് പേരേക്ക് പറഞ്ഞയച്ചാണ്ട് പോരുന്ന കോഴിക്കളമാതിരി പെര ഉത്തർക്കവേ പണിക്കൊന്നും പോണില്ലല്ലേ? എത്ത് എന്നിട്ട് ഓൽക്കൊക്കെ എന്നെ മുതല് വേണം. ഇങ്ങനെ നടക്കുക കുട്ടിയാക്ക് ഞാൻ കൊടുത്തോളാം. എനിക്ക് പഠിപ്പിച്ചു അതല്ലാന്ന് ഇന്റെ കുടുംബം നോക്കാന് ഇവനക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. മനസ്സിലായി? അന്റെ നോക്കി നിങ്ങളിപ്പോ മൂത്താന്റെ പെണ്ണുങ്ങളെ ചെന്ന് പറഞ്ഞാ എന്ന് ഓനെന്നെ നോക്കണേ എടാ ഇന്റെ പെണ്ണുങ്ങളെ ഇവിടെ ജമീല അവിടെ കെടുക്കാൻ തുടങ്ങി എത്രയായി സുഖജാ കിടക്കും. ആ ബൈക്ക് ഇരിഞ്ഞു നോക്കി എന്താ പോയെന്നൂടെ വരുമ്പോളേ പോയിക്കോ. എന്തിനറിയോ? സ്ഥലം ഓരോക്കണം. അപ്പൊ ഒരു അനക്കും ഉണ്ടാവും. പോരെ അനക്ക് കല്ലിട്ട് ഒക്കെ എന്റെ കുട്ടിമാനെ ഓനക്കനെ കൊടുക്കുള്ളൂ. ആളാരാ? എന്റെ അബിന്ന് ഓനക്കെ കൊടുക്കുള്ളൂ. ഓനക്ക് ഒലക്ക കൊടുക്കും. കരിമേജ അതിന്റെ ഇടക്ക് കയറണ്ട. ഇവനക്കും ചെറുതിനൊന്നും ഒത്തുമില്ല. അല്ലനെ ഈ വെള്ളമില്ലല്ലത്. ഞാനോട് മലയാളത്തിലല്ല പറഞ്ഞ ഈ മുതൽ ഒരേ കാണ്ടത് ഒച്ചക്ക് പറഞ്ഞ കയറി കൊടുക്കാൻ കഴിയുമില്ലേ? അതുപോലെ എടാ ഇജ എന്റെ പെണ്ണുങ്ങൾ വലിയ പണ്ടെന്നും പറഞ്ഞ് നടക്കലാണ്. ഓലക്ക കൊടുക്കും എനിക്ക്. കരിമേ വേണ്ടാത്ത വർത്താനം പറയണ്ട. നിങ്ങളെ മോനല്ലേ?
നിങ്ങളെ മോനല്ലേ? ഇതിന്റെ മോനാണോ എനിക്ക് ഇപ്പോഴും സംശയമാണ് ഇവന്റെ കാര്യത്തില്. അതിന്റെ മോൻ നോക്കിയാ ജി ഇങ്ങോട്ട് നോക്കി. കുഞ്ഞാപ്പൂനും ഇല്ല ഇവനക്കും ഇല്ല. ഓക്കന്റെ വലിയോൻക്കനെ കൊടുക്കും. ഒരു നാല് കരീമേ ഈ പറയുമ്പോ അങ്ങനെ വളമ്പി കൊടുക്കാനുള്ളതല്ല. എനിക്ക് പൂർവികന്മാരായിട്ട് കിട്ടിയ മുതലാ. നാട്ടുകാര് പറഞ്ഞുണ്ടാക്കൂലേ ഓൻ നിങ്ങൾ മൂത്ത മോനക്ക് മാത്രം എഴുതി കൊടുത്ത് മറ്റൊരു രണ്ടാൾക്കും എഴുതി കൊടുത്തില്ലാന്നൊക്കെ പറയില്ലേ? പറഞ്ഞോട്ടെ എന്റെ വലിയോന്ന് പറഞ്ഞിട്ട് ഞാനാണ് തീരുമാനമാക്കി കൊടുക്കുകയെ. മോശത്തരല്ലേ? ആയിക്കോട്ടെ. ബെല്ലടിച്ചല്ലേ മുട്ടായി മുട്ടായി അവർക്ക് നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. ആ കുട്ടികൾ കുറെ നേരമല്ലേ നേരായി കുട്ടികൾ ഓൻ ഇവിടെ ഉണ്ടാവൂല നമ്മക്കാ. ഓൻ ഇവിടെ ഉണ്ട്. ഓനെ മറ്റോലമാര് പെണ്ണുങ്ങളെ പറഞ്ഞേക്കാണ്ട് ബൈക്കാന്ന് ഞാൻ ഇങ്ങോട്ട് പോണേ ആദ്യം തീരുമാനിച്ചിട്ട് പോകുള്ളൂ. നോക്കിയാ അതിന്റെ ബഹുമാനം നോക്കിയാ ഇതിനെ മാറ്റിയായി പറഞ്ഞ ഈ കോഴിക്കളാട്ടി ഓനിവിടെ നിന്നോട്ടെ. എത്ര ഓന്റെ ആവശ്യമില്ല ഇവിടെ നിന്നോട്ടെ. ഒരു മിനിറ്റ് തീരുമാനിച്ചാണ്ട് കയറിന്റെ ഒരു തല ഈ പിടിച്ചൂലേ? ഒരു തല കുട്ടിമാനും പിടിച്ചു. അത് മതി. ഇവന്റെ ആവശ്യമില്ലാന്ന് അതന്നെ ഇവിടെ നടക്കുള്ളൂ. ആ ശരി ആരും പാപ്പാന്റെ കാര്യത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ലല്ലോ. മദ്രസക്കാട് പോവും, സ്കൂൾക്കാണ്ട് പോവും, പിന്നെ ബാപ്പാന്റെ കാര്യം ഫുള്ള് നോക്കി ഞാനാണ് ബാപ്പ വരട്ടെ. ഓനെ സ്നേഹണ്ടടാ അന്റെ മാരിയല്ലോ ഓനെ. ഇപ്പൊ ചെമീല എന്നുണ്ട് അന്റെ തള്ള അവിടെ കിടക്കുന്നത് സുഖമില്ലാതെ തിരിഞ്ഞു നോക്കിയണോ കുട്ടിമാനെ? അതന്നെ വെച്ചാലോ അല്ല വലിയ മോനായി എനിക്ക് ബാപ്പാനെ ഒരുപാട് കടമുണ്ട്. ബാപ്പ കേട്ടോ മനസ്സിലായി കേട്ടോ? അതല്ല അതെ നമ്മള് ഈ സ്ഥലം ഓരി വെക്കുമ്പോഴേ അതെ അബൂന് കൊടുക്കണ്ട എന്തെങ്കിലുമൊക്കെ. ശരിമേ ഇതിന്റെ ഉള്ളിൽ കയറണ്ട പോലത്തെ ഇത് കുട്ടിമാന് മാത്രമേ കൊടുക്കുള്ളൂ. സ്ഥലം ബാക്കി ഉണ്ടെങ്കിൽ അബൂന് കൊടുക്കാം. അതന്നെ എത്ര ബാക്കി ഉണ്ടെങ്കിൽ തരാം. അവിടെ എത്ര ഉണ്ട്? അപ്പൊ എത്ര ഉണ്ട്? അത് 10 സെന്റ് ഉണ്ടാവും. അത് കൊടുക്കാൻ മക്കളല്ലേ മൂന്ന്. അപ്പൊ എന്ത് ചെയ്യാ? പോയിക്കളെ 10 സെന്റ് ഒന്നല്ല അതില് കൂടുതലുണ്ട്. അനക്കത്തു തരൂല. അനക്കത്തു തരൂല. അല്ല നമ്മളെ ഒരു കാര്യം പറയാം. ഇവിടെ ഇങ്ങനെ എന്നിട്ട് വർത്താനം പറഞ്ഞു നമ്മൾ ആ വർമ്മക്കാണ് പോയത്. പക്ഷെ ഇന്നലെ കൊടുത്താണ് ആധാർ കേട്ടേ എന്റെ പെണ്ണുങ്ങൾ എടുത്ത് കൊടുത്തു. ഒരു കയറിന്റെ കേട്ടു. അല്ലല്ല അത് എടുത്തോ കുട്ടിമാനായിട്ട് വാ. ഓനക്കൊന്നും കൊടുക്കണ്ട. അല്ല ഇത് ഞാൻ ബാപ്പാക്ക് കൊടുക്കും. ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോ തല നിൽക്കുമ്പോ ബാലാടണ്ട. ശരിയാക്കാനായിട്ടില്ല. ശരിയാക്കാൻ പറമ്പക്ക് പോവാ. അതിന്റെ മുമ്പ് നമുക്ക് ഇവിടെ ഒരു പൈപ്പ് ഞാൻ എന്നാലും വെച്ചിനാപ്പാ. നിങ്ങൾക്ക് വരുമ്പോ പാഞ്ഞ് നിങ്ങടെ കഴിച്ചേക്കാന് ഇവിടെ ഇതിന്റെ അരുവിലേ പാപ്പട്ട് വരുമ്പോ പാഞ്ഞ് നിങ്ങണ്ട് കയ്യും കാലം കേൾക്കാണ്ട് പെടി കയറിക്കോട്ടെ. എന്നോടുള്ള സ്നേഹം കൊണ്ട് വെച്ചാ പിന്നെ അറിയില്ലല്ലോ എത്ര സ്നേഹമാണ് ഇതൊക്കെ ഇപ്പൊ എന്ന് കൊന്തിയാപ്പത്. ഞാനിങ്ങനെ ഈ മഴ ചെയ്തപ്പോ മുളച്ചുണ്ടായതാണ്. എന്നാ ഒരു കാര്യം മനസ്സിലാക്ക, ഈ മുതലാണ്ട് കടത്തണ്ട. ഇതൊക്കെ കരിഞ്ഞു പോവും. ആജായി സ്വഭാവന്റെ ഇത് ഞാൻ വാങ്ങിയ വണ്ടിയാണ്. ഇത് വാങ്ങിയതാ? അതിന്റെ പേര് ഇതിന്റെ ബലോനോ പറയും. ബലോനോ ബിലാലോ? അങ്ങനത്തെ വണ്ടി ഇറങ്ങിയപ്പ ബിലാലല്ല മൊയ്ജി അല്ല ബലോനോ. മനസ്സിലായി. അന്റെ ഒരു മുതന്റെ പൂതി തീരൂലല്ലോ പൊന്നാരെ. അല്ലാതെ തീരുമാനാക്കാൻ പോകാൻ പറ്റില്ല. വെള്ളം വാങ്ങി കൊടുത്തിട്ട് അതായത് ഇത് തീരുമാനാക്കിട്ട് പോവാം. ശരി വേണ്ട പോവാ. ആധാരം കണ്ടിക്കണേ. അതല്ല ശരിമേ കയറെടുത്താ ഇവിടെയാണ് ഇപ്പൊ ആൾക്കാള് ഇങ്ങനെ മൊത്തത്തില് മൊത്തമായിട്ടില്ലേ? ഓൻക്ക് അതായത് ഇവനക്ക് അനക്ക് തരാനായിട്ടില്ല.
അവിടെ നിൽക്ക്. അപ്പൊ എനിക്കായിട്ടില്ല. അതായത് ആ. ഇവനക്ക് നമ്മൾ ഉദ്ദേശിച്ചത് എന്താ അറിയോ? ആ. ആ കുജി ഉണ്ടാച്ചി നല്ല സ്ഥലമാണല്ലേ. അത് നല്ല സ്ഥലല്ലേ? എന്തല്ലേ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ കാര്യമൊക്കെ തീരുമാനമായില്ലേ? ആയിക്കോട്ടെ. ഇജ ഒരു കാര്യം ചെയ്യ്. ആ. ഇജ എന്റെ വണ്ടിയിലേ ആ. ഇന്നൊന്ന് തറവാട്ടുകൾക്ക് വിട്ടുണ്ടാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇജെന്നാ ബൈക്കോ? ഇല്ല ഞാൻ പോണില്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് അല്ല പോകണം. ഇജു ബൈക്കോന്നേ. തീരുമാനാക്കണ്ടേ? ആ ഞാൻ പറഞ്ഞ നമ്മക്കാ കേറേന്ന്. ആ അതല്ലാന്ന് ഇത് കരീമിനെ ഈ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാണ്ട്. അത് പണിക്കുള്ള സ്ഥലേ നാളെ എടുക്കാനുള്ളതാണ്. ആ പാർത്ത് കാണിച്ചു കൊടുക്കണം. നപ്പച്ചിന്റെ കുട്ടിയാണ് വിട്ടോളി കേട്ടോ. ഇവനും കൂട്ടിക്കോ, അബുവിനും കയറ്റിക്കോ. നിങ്ങൾ രണ്ടാൾ പോയിക്കോളി, അങ്ങനെ രണ്ടാൾ പോയിക്കോളി കേട്ടോ. ഞാൻ വിട്ടോളി നാല് കേട്ടോ. ആ നിങ്ങൾ വിട്ടോളി, ഇവനും കയറ്റിക്കോ, പോയിക്കോളി. ബൈക്കാ പോവാ, നമുക്ക് തീരുമാനാക്കാം. ആ നമ്മക്കാ ആ നിങ്ങളെ സ്ഥലം കാണിച്ചു തന്നാ മതി. ആ അതന്നെ. നാളെ ഞാൻ വന്നാണ്ട് ആ. പണിയെടുത്തോളം. നിങ്ങൾ വരണമൊന്നുമില്ല. അതന്നെ ഈ രാവിലെ വന്ന് എടുത്താ മതി കേട്ടോ. കേട്ടോ മറക്കണ്ട. നീ രാവിലെ തിരിഞ്ഞളിച്ചാ നിക്കണ്ട, രാവിലെ നേരത്തെ പോന്നാളി. നേരത്തെ വരാം. അതാ